ഓക്കെ, നമ്മളിപ്പോൾ പഠിക്കാൻ പോകുന്നത് തേർഡ് മോഡ്യൂളിൻ്റെ ഓർത്തോഗണൽ പ്രൊജക്ഷൻ ആണ് പഠിക്കാൻ പോകുന്നത്. ഓർത്തോഗണൽ പ്രൊജക്ഷൻ, ഓർത്തോഗണൽ പ്രൊജക്ഷൻ. ഓക്കെ, ഒരു ഇന്നർ പ്രൊഡക്റ്റ് സ്പേസിലെ ഓർത്തോഗണൽ പ്രൊജക്ഷൻ ആണ് നമ്മളിപ്പോൾ പഠിക്കാൻ പോകുന്നത്. വി എന്ന് പറയുന്ന ഒരു ഇന്നർ പ്രൊഡക്റ്റ് സ്പേസ് എടുക്കുന്നു. അതിനകത്തെ രണ്ട് എലമെൻ്റ് ആണ് കുഞ്ഞ് യുവും കുഞ്ഞ് വിയും. ഓക്കെ, യുവും വിയും ക്യാപിറ്റൽ വി എന്ന് പറയുന്ന ഇന്നർ പ്രൊഡക്റ്റിലെ രണ്ട് വെക്റ്റേഴ്സ് ആണ്. അങ്ങനാണെങ്കിൽ നമുക്ക് പ്രൊജക്ഷൻ ഓഫ് യു ഓൺ ടു വി, പ്രൊജക്ഷൻ ഓഫ് യു ഓൺ ടു വി, യു ഓൺ ടു വി എന്ന് പറയുന്നത് നമ്മൾ എഴുതുന്നത് ഇങ്ങനെയാണ്. പ്രൊജക്ഷൻ യു ഓൺ ടു വി ഇസ് ഈക്വൽ ടു ഇന്നർ പ്രൊഡക്റ്റ് യു കോമ വി ബൈ ഇന്നർ പ്രൊഡക്റ്റ് വി കോമ വി ഇൻറ്റു വി ആണ്, ഇൻറ്റു വി. ഓക്കെ, അതുപോലെ അപ്പം വി ഓൺ ടു യുയിലെ പ്രൊജക്ഷൻ എന്ന് പറഞ്ഞാൽ എങ്ങനെ വരും? പ്രൊജക്ഷൻ ഓഫ് ആരുടെ ആണോ പ്രൊജക്ഷൻ ഓഫ് വി ഓൺ ടു യു ഇസ് ഈക്വൽ ടു ഇന്നർ പ്രൊഡക്റ്റ് വി കോമ യു ബൈ ഇന്നർ പ്രൊഡക്റ്റ് യു കോമ യു ഇൻറ്റു യു. ഓക്കെ, ഈ രണ്ട് ഫോമുലയും നിങ്ങൾ എഴുതിയിടണം. അതിലൊരു ഫോമുല മാത്രമേ ഞാൻ നോട്ടിൽ തന്നിട്ടുള്ളൂ. രണ്ടാമത്തെ ഒരു ഫോമുലയും കൂടെ, അതായത് വി ഓൺ ടു യുവും കൂടെ എഴുതി വെച്ചേക്കണേ. യു ആണ് ആദ്യം വരുന്നതെങ്കിൽ ഇന്നർ പ്രൊഡക്റ്റിനകത്ത് യു വരും. ഓൺ ടു ആരാണോ അതായിരിക്കും ബാക്കിയെല്ലാം വരുന്നത്. ഓക്കെ, അതിൻ്റെ ഇക്വേഷൻ മനസ്സിലായല്ലോ. അങ്ങനെയാണെങ്കിൽ നമുക്കൊരു പ്രോബ്ലം ചെയ്യാം. ഫസ്റ്റ് പ്രോബ്ലം, u is equal to 2 1ഉം ഓൺ ടു v is equal to 3 4 ഇലെ ഓർത്തോഗണൽ പ്രൊജക്ഷൻ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഫൈൻഡ് ദ ഓർത്തോഗണൽ പ്രൊജക്ഷൻ ഓഫ് u is equal to 2 1 ഓൺ ടു v is equal to 3 4. നമുക്കൊന്നുമില്ല, നമ്മുടെ ഡെഫിനേഷൻ എഴുതുക. പ്രൊജക്ഷൻ ഓഫ്, ഡെഫിനേഷൻ മീൻസ് ഇക്വേഷൻ എഴുതുക. പ്രൊജക്ഷൻ ഓഫ് യു ഓൺ ടു വി ആണ്. അപ്പം നമ്മുടെ എങ്ങനെ വരും? ഇന്നർ പ്രൊഡക്റ്റ് യു കോമ വി ബൈ ഇന്നർ പ്രൊഡക്റ്റ് വി കോമ വി ഇൻറ്റു വി. അത് എന്ത് വരും? ഇന്നർ പ്രൊഡക്റ്റ് യു കോമ വി. ഓക്കെ, ഇന്നർ പ്രൊഡക്റ്റ് യു കോമ വി എന്ന് പറയുന്നത് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് എങ്കിൽ ആ ക്വസ്റ്റ്യനിലുള്ളത് എഴുതുക. ഇനി ക്വസ്റ്റ്യനിൽ തന്നിട്ടില്ല എങ്കിൽ ഇന്നർ പ്രൊഡക്റ്റ് യു കോമ വിയെ എങ്ങനെ എടുക്കണമെന്നാണ് ഞാൻ പറഞ്ഞത്? യു ഡോട്ട് വി ആയിട്ട് എടുക്കണം. എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ തന്നേക്കുന്നത് എഴുതണം. ഇപ്പം u1 v1 പ്ലസ് 2u2 v2 എന്ന് തന്നിട്ടുണ്ടെങ്കിൽ അത് വേണം യൂസ് ചെയ്യാൻ. ഓക്കെ, അല്ലെങ്കിൽ ഒന്നും തന്നിട്ടില്ലെങ്കിൽ യു ഡോട്ട് വി വേണം യൂസ് ചെയ്യാൻ. അപ്പം ഇവിടെ ഒന്നും തന്നിട്ടില്ലല്ലോ നമ്മുടെ ക്വസ്റ്റ്യനിൽ. അപ്പം നമുക്ക് എന്താ എഴുതേണ്ടത്? യു ഡോട്ട് വി ബൈ വി ഡോട്ട് വി ഇൻറ്റു വി. ഇനി യു ഡോട്ട് വി എന്താണ്? യു ഇതാണ്, വി ഇതാണ്. അപ്പം 2 ഇൻറ്റു 3 പ്ലസ് 1 ഇൻറ്റു 4 ബൈ വി തന്നെ വീണ്ടും റിപ്പീറ്റ് ചെയ്യുവാണ്. അപ്പോൾ 3 ഇൻറ്റു 3 പ്ലസ് 4 ഇൻറ്റു 4 ഇൻറ്റു വി എന്താണ്? 3, 4. അപ്പോൾ ഇതെന്ത് വരും? 2 ഇൻറ്റു 3 6 പ്ലസ് 4 10 വരും. ബൈ 3 ഇൻറ്റു 3 9 പ്ലസ് 4 ഇൻറ്റു 4 16 എന്ത് വരും? 25 ഇൻറ്റു 3, 4. നിങ്ങളുടെ തന്നിരിക്കുന്ന നോട്ടിൽ ഡോട്ടാന്ന് തോന്നുന്നു ഞാൻ ഇട്ടത്, കോമയാണ്. ഇസ് ഈക്വൽ ടു എന്ത് വരും? 30/25, 40/25. ഇത് നമുക്ക് 5 കൊണ്ട് ക്യാൻസൽ ചെയ്ത് ചെറുതായിട്ട് എഴുതുവാണെങ്കിൽ
6/5, 8/5 വരും. മനസ്സിലായോ? ഇതെങ്ങനെയാ വന്നതെന്ന് മനസ്സിലായോ? ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഒന്നുമില്ല, ഡെഫിനേഷനകത്തോട്ട് ഞാൻ ഇട്ട് കൊടുത്തെന്നുള്ളത് മാത്രമേ ഉള്ളൂ. അങ്ങനാണെങ്കിൽ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. 1-2 ക്വസ്റ്റ്യൻസ് നിങ്ങൾ ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കും തോറും നിങ്ങൾക്ക് അത് ക്ലിയറായി വരും. ഇക്വേഷനകത്തോട്ട് ഇട്ട് കൊടുത്താൽ മാത്രം മതി. ഒറ്റ കാര്യം ആലോചിച്ചാൽ മതി. ഇന്നർ പ്രൊഡക്റ്റ് യു വി എന്ന് പറയുന്നത് തന്നിട്ടുണ്ടെങ്കിൽ തന്നത് എഴുതുക, തന്നിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യണം? യു ഡോട്ട് വി എടുക്കണം. രണ്ടാമത്തെ ക്വസ്റ്റ്യനിലോട്ട് പോകാം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ ഓർത്തോഗണൽ പ്രൊജക്ഷൻ ഓഫ് യു ഈസ് ഈക്വൽ ടു 6, 2, 4 ഓൺ ടു വി ഈസ് ഈക്വൽ ടു 1, 2, 0 വിത്ത് ഇന്നർ പ്രൊഡക്റ്റ് യു വി ഈസ് ഈക്വൽ ടു u1 v1 പ്ലസ് 2u2 v2 പ്ലസ് u3 v3. ഇവിടെ നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ തന്നിട്ടുള്ളത് തന്നെ യൂസ് ചെയ്യണം. ഓക്കെ, അപ്പം നമുക്ക് ആദ്യം എന്ത് എഴുതണം? നമ്മുടെ ഡെഫിനേഷൻ എഴുതണം, ഇക്വേഷൻ എഴുതണം. പ്രൊജക്ഷൻ ഓഫ് യു ഓൺ ടു വി എങ്ങനെ എഴുതും? ഇന്നർ പ്രൊഡക്റ്റ് യു കോമ വി ബൈ ഇന്നർ പ്രൊഡക്റ്റ് വി കോമ വി ഇൻറ്റു വി. ഓക്കെ, ഇന്നർ പ്രൊഡക്റ്റ് യു കോമ വി എന്ന് പറയുന്നത് u1 v1, അതായത് 6 × 1 1. ഇപ്പം ഇന്നർ പ്രൊഡക്റ്റ് എന്നുള്ളത് വേണ്ട, നമുക്കത് ബ്രാക്കറ്റ് ആക്കാം. 6 × 1 6 പ്ലസ് 2u2 v2. അപ്പം 2 × 2 4 × 2 8 പ്ലസ് u3 × v3 4 × 0 0 ബൈ v ഡോട്ട് വി. അപ്പം ഇതിനോട് തന്നെ 1 × 1 1 പ്ലസ് 2u2 v2 ആണ്. 2 × 2 4 × 2 4 × 2 8 തന്നെ പ്ലസ് 0 × 0 അത് 0 വരും. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു നമുക്ക് എന്ത് വരും? 6 + 8 14 ബൈ 1 + 8 9. ഓക്കെ, ഇതാണ് നമുക്ക് പ്രൊജക്ഷൻ വരുന്നത്. തീർന്നില്ല, ഒരു കാര്യം കൂടെ ഉണ്ടായിരുന്നു. ഇൻറ്റു വിയും കൂടി ഇല്ലേ? ഇൻറ്റു വി എന്ന് പറയുന്നത് 1 2 0, അതും കൂടി ഇൻറ്റു ചെയ്യണേ. 1 2 0. അപ്പോൾ എന്ത് വരും? 14/9 28/9 0. താഴോട്ട് എഴുതാം. 14/9 28/9 0. ഓക്കെ, ഫൈൻ. എങ്ങനെയാ വന്നതെന്ന് മനസ്സിലായോ? ഡൗട്ട് ഉണ്ടോ? ഡൗട്ട് ഉണ്ടോ? നിയ ഉണ്ടോടി? നിയ കാർത്തിക ഉണ്ടോ? കാർത്തിക ആരുമില്ല, എല്ലാം വെച്ചിട്ട് പോയതാണോ? ശരി, അപ്പം നമുക്ക് ബാക്കിയിലോട്ട് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോട്ടെ. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാണ്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, ലെറ്റ് u ഈസ് ഈക്വൽ ടു 4 2 ആൻഡ് v ഈസ് ഈക്വൽ ടു 3 - 2. be vectors in R2. Find the orthogonal projection of v onto u. ശ്രദ്ധിച്ചോണേ, ഇവിടെ u onto v അല്ല, v onto u ആണ്. അണ്ടർ ദി ഇന്നർ പ്രൊഡക്റ്റ് ഡിഫൈൻഡ് ബൈ. രണ്ട് കേസ് ഇവിടെ പറയുന്നുണ്ട്. ആദ്യത്തെ പറയുന്നത്
യൂക്ലീഡിയൻ ഇന്നർ പ്രൊഡക്റ്റ്. അത് വേറൊന്നുമല്ല, നമ്മൾ ആദ്യം പറഞ്ഞില്ലേ ഇന്നർ പ്രൊഡക്റ്റ് യു വി എന്ന് പറയുന്നത് എന്താണെന്ന്, യു ഡോട്ട് വി ആണെന്ന്. ആ എടുത്ത പോലെ എടുക്കുന്നതാണ് യൂക്ലീഡിയൻ ഇന്നർ പ്രൊഡക്റ്റ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ വെച്ചിട്ട് നമുക്കൊന്ന് നോക്കാം. പ്രൊജക്ഷൻ ഓഫ് വി ഓൺ ടു യു ആണ്. പ്രൊജക്ഷൻ ഓഫ് വി ഓൺ ടു യു ഈസ് ഈക്വൽ ടു ഇന്നർ പ്രൊഡക്റ്റ് വി കോമ യു ബൈ ഇന്നർ പ്രൊഡക്റ്റ് യു കോമ യു ഇൻറ്റു യു അല്ലേ. ഇന്നർ പ്രൊഡക്റ്റ് എന്ന് പറയുമ്പോൾ ഡോട്ട് ആണെന്നാണ് നമ്മൾ പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ വി ഡോട്ട് യു ബൈ യു ഡോട്ട് യു ഇൻറ്റു യു അല്ലേ. വി ഡോട്ട് യു എന്താണ്, 12 minus 4 by u dot u 4 4 16 plus 4 20 16 plus 4 into u എന്ന് പറയുന്നത് 4 2 എന്ത് വരും, 8 by 20 into 4 2 അല്ലേ. അത് വരുന്നത് 8ഉം 20 4 കൊണ്ട് ചെയ്യാം. അപ്പോൾ 2 വരും, 5 വരും. അപ്പോൾ എന്ത് വന്നു, 8/5ഉം 4/5. ഓക്കെ ആണോ? 8/5ഉം 4/5ഉം വരും. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട 2 കാര്യം ഉണ്ടായിരുന്നു. ഒന്നാമത്തെ കാര്യം വി ഓൺ ടു യു ആണ്. അപ്പോൾ ഇവിടെ ഇക്വേഷൻ മാറും. പിന്നെ യൂക്ലീഡിയൻ എന്ന് പറഞ്ഞാൽ ഇന്നർ പ്രൊഡക്റ്റ് യു വി ഇസ് ഈക്വൽ ടു യു ഡോട്ട് വി ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് കേസ് 1 മാത്രമേ നമ്മൾ നോക്കിയുള്ളൂ. ഇനി നമുക്ക് കേസ് 2 പോവാം. കേസ് 2 ആകുമ്പം നമുക്ക് തന്നിട്ടുണ്ട്, അതിനകത്തെ ബി പാർട്ടിൽ നമുക്ക് തന്നിട്ടുണ്ട് ഇന്നർ പ്രൊഡക്റ്റ് യു കോമ വി എന്ന് പറയുന്നത് u1 v1 പ്ലസ് 2u2 v2 ആണെന്ന് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ പ്രൊജക്ഷൻ ഓഫ് യു ഓൺ ടു വി എന്ന് പറയുന്നത് ഇന്നർ പ്രൊഡക്റ്റ് യു അല്ലല്ലോ, തിരിച്ചല്ലേ. ഓക്കെ സോറി, ഇന്നർ പ്രൊഡക്റ്റ് വി ഓൺ ടു യു എന്ന് പറയുന്നത് വി കോമ യു ബൈ ഇന്നർ പ്രൊഡക്റ്റ് യു കോമ യു ഇൻറ്റു യു ആണ്. പക്ഷെ ഇവിടെ ഇന്നർ പ്രൊഡക്റ്റ് ഡോട്ട് പ്രോഡക്റ്റ് അല്ല, നമുക്ക് ഓൾറെഡി തന്നിട്ടുണ്ട്. അപ്പോൾ തന്നിട്ടുള്ളത് വെച്ച് നമ്മൾ ചെയ്യുവാണെങ്കിൽ നമുക്ക് എന്ത് വരും, യുവും വിയും ഒന്ന് നോക്കിയാൽ ഇന്നർ പ്രൊഡക്റ്റ് യു വി എന്ന് പറയുന്നത് വി യു എന്ന് പറയുന്നത് എന്തായിരുന്നു നമ്മുടെ യുവും വിയും. യു എന്ന് പറയുന്നത് 4 2ഉം വി എന്ന് പറയുന്നത് 3 - 2 ആണ്. ഓക്കെ, യുവും വിയും ഓക്കെ ആണോ? അപ്പോൾ നമുക്ക് ഇന്നർ പ്രൊഡക്റ്റ് വി യു എന്ന് പറയുമ്പം വിയും യു ആണ്. അപ്പം 3 ഇൻറ്റു ഇത് 12 പ്ലസ് 2 ഇൻറ്റു, അപ്പോൾ പ്ലസ് ഇവിടെ ഒരു മൈനസ് ഉള്ളതുകൊണ്ട് മൈനസ് ആയി. 2 ഇൻറ്റു 2 ഇൻറ്റു 2 8 ബൈ യു ഡോട്ട് യു എന്ന് പറയുമ്പം u1 v1 എന്ന് പറയുമ്പോൾ അത് തന്നെ വരും. 4 ഇൻറ്റു 4 16 പ്ലസ് 2 ഇൻറ്റു 2 ഇൻറ്റു 2 8 വരും ഇൻറ്റു 4 2 അല്ലേ. അപ്പോൾ 4/24 ഇൻറ്റു 4 2 ഇസ് ഈക്വൽ ടു എന്ത് വരും, 4ഉം 24ഉം നമുക്ക് വെട്ടാം, 6 വരും അല്ലേ. 6ഉം 1ഉം, അപ്പം 4/6 2/6. അതിനെ റെഡ്യൂസ് ചെയ്യുമ്പോൾ നമുക്ക് 2/3ഉം 1/3ഉം കിട്ടും. ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഡൗട്ട് ഉണ്ടോ ആർക്കെങ്കിലും?
ഇല്ല. നിങ്ങൾ തംസപ്പെട്ടാൽ എനിക്ക് കാണാൻ ബുദ്ധിമുട്ടാണ് കേട്ടോ. ഓക്കെ, ഓക്കെ, സോറി. അപ്പോൾ നമുക്ക് ബാക്കിയിലോട്ട് പോവാം. അടുത്തത് നമുക്ക് വരാൻ പോകുന്നത് എന്താണ്? ഓർത്തോഗണലും ഓർത്തോ നോർമലുമാണ്. ഓക്കെ, ഓർത്തോഗണലും ഓർത്തോ നോർമലും. ഓർത്തോഗണൽ എന്ന് പറഞ്ഞാൽ ഓർത്തോഗണലും ഉണ്ട്, ഓർത്തോ നോർമലും ഉണ്ട്. ഓക്കെ, ഇവർ തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ നമുക്ക് ഇന്നർ പ്രൊഡക്റ്റ് യു വി എന്ന് പറയുന്നത് 0 ആകുവാണെങ്കിൽ നമുക്കത് ഓർത്തോഗണൽ എന്ന് പറയാം. ഓക്കെ, അപ്പോൾ ഓർത്തോ നോർമൽ എന്താണെന്ന് നിങ്ങൾ ചോദിക്കും. ഇന്നർ പ്രൊഡക്റ്റ് യു വി 0 ആയിരിക്കണം. അതിൻ്റെ കൂടെ തന്നെ നോം യുവും നോം വിയും എന്തായിരിക്കണം? 1 ആയിരിക്കണം. അതായത് നമ്മുടെ വെക്റ്റേഴ്സ് യൂണിറ്റ് വെക്റ്ററും കൂടി ആകണം. ഇതും കൂടി സാറ്റിസ്ഫൈ ചെയ്താൽ നമുക്ക് ഓർത്തോ നോർമൽ എന്ന് പറയാം. അപ്പം എന്താണ്? ഇന്നർ പ്രൊഡക്റ്റ് യു വി എന്ന് പറയുന്നത് 0 ആകുവാണെങ്കിൽ ഓർത്തോഗണൽ. അതിൻ്റെ കൂടെ നമുക്ക് തന്നിരിക്കുന്ന വെക്റ്റേഴ്സ് എല്ലാം യൂണിറ്റ് വെക്റ്റേഴ്സും കൂടെ ആണെങ്കിൽ എന്ത് പറയാം? ഓർത്തോ നോർമൽ എന്നും കൂടെ പറയാം. ഓക്കെ, ഇനിയും ഞാനൊരു സെറ്റ് എടുത്തു. എനിക്ക് ആ സെറ്റിനകത്ത് യു വി ഡബ്ല്യു ഉണ്ടെന്ന് വിചാരിക്കാം. ഓക്കെ, യുവും വിയും ഡബ്ല്യു ഉണ്ടെന്ന് വിചാരിക്കാം. ഇനി എനിക്ക് ഇന്നർ പ്രൊഡക്റ്റ് യു വി 0 ആണ്, ഇന്നർ പ്രൊഡക്റ്റ് വി ഡബ്ല്യുവും 0 ആണ്, ഇന്നർ പ്രൊഡക്റ്റ് യു ഡബ്ല്യുവും 0 ആണ്. ഇത് 3 0 ആണെങ്കിൽ നമുക്ക് എന്തോ പറയാം? ഓർത്തോ ഗണൽ എന്ന് പറയാം, ഓർത്തോഗണൽ എന്ന് പറയാം. ഇതിൻ്റെ കൂടെ എനിക്ക് നോം യുവും നോം വിയും നോം ഡബ്ല്യുവും 1 ആണെങ്കിൽ എനിക്ക് എന്തോ പറയാം? ഇത് ഓർത്തോ നോർമലാന്ന് പറയാം, അല്ലേ? ഓർത്തോ നോർമലാന്ന് പറയാം. കുഴപ്പമില്ലല്ലോ. ഇനി അപ്പം ഞാനിത് 3 ഉള്ള കേസ് പറഞ്ഞു. ഇതുപോലെ തന്നെ നമുക്ക് 4 ഉള്ള കേസ് ഉണ്ടെങ്കിൽ 4 ഉള്ള കേസ് ഉണ്ടെങ്കിൽ നമ്മൾ ഇതുപോലെ തന്നെ എല്ലാ പെയറും എന്തായിരിക്കണം? എല്ലാ പെയറും എടുത്തു കഴിഞ്ഞാൽ അത് 0 ആയിരിക്കണം. അപ്പം യുവും വിയും എടുത്തു, ഞാൻ വിയും ഡബ്ല്യു എടുത്തു, അതുപോലെ തന്നെ യുവും ഡബ്ല്യു എടുത്തു. അതുപോലെ ഇപ്പം യു എ ബി സി ഡി ഉണ്ടെന്ന് വിചാരിക്കാം. അങ്ങനെ ഉണ്ടെങ്കിൽ എയും ബിയും എടുക്കണം, ബിയും സിയും എടുക്കണം, സിയും ഡിയും എടുക്കണം, എയും സിയും എടുക്കണം, എയും ഡിയും എടുക്കണം, എയും ഡിയും എടുക്കണം. ഓക്കെ, ബിയും ഡിയും എടുക്കണം, എയും ഡിയും എടുക്കണം. അങ്ങനെ എല്ലാവരുമായിട്ടും നമുക്ക് ഇന്നർ പ്രൊഡക്റ്റ് എടുത്ത് നോക്കണം. എല്ലാ ഇന്നർ പ്രൊഡക്റ്റുകളും, എല്ലാ പെയർ ഓഫ് ഇന്നർ പ്രൊഡക്റ്റുകളും എന്തായിരിക്കണം? 0 ആയിരിക്കണം, എന്നാലേ ഓർത്തോഗണൽ ആവത്തുള്ളൂ. അതുപോലെ തന്നെ ഈ തന്നിരിക്കുന്ന നോം എ, നോം ബി, നോം സി, നോം ഡി എല്ലാവരും എന്തായിരിക്കണം? 1 ആയിരിക്കണം, അതായത് യൂണിറ്റ് വെക്റ്റേഴ്സ് ആയിരിക്കണം. ഇനി ഞാൻ ഈ തന്നേക്കുന്ന സെറ്റിനകത്തെ യുവും വിയും ഡബ്ല്യുവും ഇവന്മാർ 3 പേരൂടെ ചേർന്നൊരു ബേസിസ് ആകുവാണെങ്കിൽ ഇതിനെ ഓർത്തോഗണൽ ബേസിസ് എന്നോ ഓർത്തോ നോർമൽ ബേസിസ് എന്നോ പറയും. അപ്പോൾ ഇവന്മാർ ബേസിസ് ആണെങ്കിൽ നമുക്ക് ഓർത്തോഗണൽ വെക്റ്റർ എന്നോ ഓർത്തോ നോർമൽ വെക്റ്റർ എന്നോ അല്ലെ ഓർത്തോ നോർമൽ സെറ്റ് എന്നോ ഒക്കെ പറയുന്നതിന് പകരം നമുക്ക് എന്ത് പറയാം? ഓർത്തോഗണൽ അല്ലെ ഓർത്തോ നോർമൽ ബേസിസ് എന്ന് പറയാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ സ്റ്റാൻഡേർഡ് ബേസിസ് എന്തായിരിക്കും? എപ്പോഴും ഓർത്തോഗണൽ ആയിരിക്കും, അല്ലെ ഓർത്തോ നോർമൽ ആയിരിക്കും. ഓർത്തോ നോർമൽ ആയിരിക്കും, സ്റ്റാൻഡേർഡ് ബേസിസ് എപ്പോഴും ഓർത്തോ നോർമൽ ആയിരിക്കും. ഓക്കെ, ഇനി നമുക്ക് ഇവൻ്റെ ഒരു തിയറത്തിലോട്ട് പോവാം. ഓക്കെ, ഒരു തിയറത്തിലോട്ട് പോവാം. തിയറം എന്താ? തിയറത്തിൽ പറയുന്നത് ഓർത്തോഗണൽ സെറ്റ്സ് ആർ ലീനിയർലി
ഇൻഡിപെൻഡൻറ്റ്, ലീനിയർലി ഇൻഡിപെൻഡൻറ്റ്. ഓർത്തോഗണൽ സെറ്റുകളെല്ലാം ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണെന്നാണ് കാണിക്കേണ്ടത്. ഓക്കെ, തിയറം ഞാൻ വായിക്കാം. ഇഫ് എസ് ഇസ് ഈക്വൽ ടു സെറ്റ് V1 V2 എക്സെട്ര Vn ഈസ് ആൻ ഓർത്തോഗണൽ സെറ്റ് ഓഫ് non-zero vectors in an inner product space V, then S is linearly independent. അപ്പം നമുക്ക് തന്നിരിക്കുന്ന, ഞാൻ പ്രൂഫ് മാത്രമാണ് എഴുതുന്നത്, എസ് എന്ന് പറഞ്ഞാൽ നമുക്ക് തന്നിരിക്കുന്നത് V1 V2 എക്സെട്ര Vn ആണ്. ഓക്കെ, ഇനിയും നമുക്ക് എന്താ കാണിക്കേണ്ടത്? ഈ ആൾക്കാരൊക്കെ ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണെന്ന് കാണിക്കണം. ഓക്കെ, അപ്പോൾ നമുക്കിത് ഓർത്തോഗണൽ സെറ്റ് ആണെന്നുണ്ടല്ലോ. ഓർത്തോഗണൽ സെറ്റ് ആണെങ്കിൽ ഇന്നർ പ്രൊഡക്റ്റ് VI VJ എന്ന് പറഞ്ഞാൽ അത് 0 അല്ലേ? I നോട്ട് ഈക്വൽ ടു J ആയിട്ട് നമ്മൾ എടുക്കുവാണ്. ഐയും ജെയും വേറെ വേറെ ആൾക്കാരാണ്. VI VJ എപ്പോഴും എന്തായിരിക്കും? ഇന്നർ പ്രൊഡക്റ്റ് VI VJ എന്തായിരിക്കും? 0 ആയിരിക്കും. അതല്ലേ ഓർത്തോഗണൽ സെറ്റ് എന്ന് പറഞ്ഞാൽ, സംശയമില്ലല്ലോ. ഇനി നമുക്കിത് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണെന്ന് കാണിക്കാൻ C1 V1 പ്ലസ് C2 V2 പ്ലസ് എക്സെട്ര CN VN 0 ആണെങ്കിൽ, ഇഫ് ഇത് 0 ആണെങ്കിൽ എന്തായിരിക്കണം? C1 ഇസ് ഈക്വൽ ടു C2 ഇസ് ഈക്വൽ ടു എക്സെട്ര CN ഇസ് ഈക്വൽ ടു 0 ആയിരിക്കണം. അതല്ലേ ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണെന്ന് പ്രൂവ് ചെയ്യുന്നതിൻ്റെ മെത്തേഡ്. ഈ ഒരു ലീനിയർ കോമ്പിനേഷൻ 0 ആണെങ്കിൽ എല്ലാ കോഎഫിഷ്യൻസും 0 ആയിരിക്കണം. എന്നാലേ നമുക്ക് എന്ത് പറയാൻ പറ്റത്തുള്ളൂ? ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണെന്ന് പറയാൻ പറ്റത്തുള്ളൂ. അങ്ങനെയാണെങ്കിൽ നമ്മളിവിടെ ലെറ്റ് ഈ ആദ്യത്തെ ഇഫ് സ്റ്റേറ്റ്മെൻറ്റ് എഴുതുക. C1 V1 പ്ലസ് C2 V2 പ്ലസ് എക്സെട്ര CN VN ഇസ് ഈക്വൽ ടു 0 ആണെന്ന് വിചാരിക്കുക. നമുക്ക് കാണിക്കേണ്ടത് ഇതാണ്, ഇവരെല്ലാവരും 0 ആണെന്നാണ് കാണിക്കേണ്ടത്. അപ്പോൾ നമ്മളിത് സപ്പോസ് ചെയ്താൽ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? ഓക്കെ, ഇത് നമ്മൾ സപ്പോസ് ചെയ്ത് അവിടെ ഇരിക്കട്ടെ. ഇനി ഞാൻ വേറൊരു കാര്യം എഴുതുക. കൺസിഡർ, അവിടെ വേണേൽ നിങ്ങൾ കൺസിഡർ എന്ന് എഴുതിക്കോ കേട്ടോ. കൺസിഡർ ഇന്നർ പ്രൊഡക്റ്റ് C1 V1 പ്ലസ് C2 V2 പ്ലസ് എക്സെട്ര CN VN കോമ VI ഇസ് ഈക്വൽ ടു എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. നമുക്കറിയാലോ, ദേണ്ടേ ഈ സംഭവം എന്താണ്? 0 ആണല്ലോ. 0 ആണെന്നല്ലേ നമ്മൾ ലെറ്റ് ചെയ്തേക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇതെന്തായി? ഇന്നർ പ്രൊഡക്റ്റ് 0 VI ആയി. ഓക്കെ, ഫസ്റ്റ് കമ്പോണൻറ്റ് 0 ആയി. ഇനി ഇന്നർ പ്രൊഡക്റ്റ് 0 V എന്ന് പറഞ്ഞാൽ ഇന്നർ പ്രൊഡക്റ്റ് V0യും എല്ലാം എന്താണ്? 0 ആണ് അല്ലേ? പ്രോപ്പർട്ടീസ് അനുസരിച്ച് ഇന്നർ പ്രൊഡക്റ്റ് 0 V എന്ന് പറയുന്നത് എന്താണ്? 0 ആണ്. അങ്ങനെയാണെങ്കിൽ ഇവൻ 0 അല്ലേ? ആണ്. ഇനി ഇന്നർ പ്രൊഡക്റ്റിൻ്റെ വേറൊരു ഇത് വെച്ചിട്ട് നമുക്ക് എങ്ങനെ എഴുതാം ഇവനെ? C1 V1 VI പ്ലസ് C2 V2 VI നമുക്കെന്നെ സ്പ്ലിറ്റ് ചെയ്യാമല്ലോ. പ്ലസ് എക്സെട്ര ഇന്നർ പ്രൊഡക്റ്റ് CN VN VI ഇസ് ഈക്വൽ ടു 0. ഇനി എനിക്ക് CA എല്ലാം വെളിയിലെടുക്കാമല്ലോ. C1 V1 VI പ്ലസ് C2 ഇന്നർ പ്രൊഡക്റ്റ് V2 VI പ്ലസ് എക്സെട്ര പ്ലസ് CN ഞാൻ പുറത്തെടുത്തു VN VI ഇസ് ഈക്വൽ ടു 0. ഇതിനിടയിൽ ഒരാളും കൂടെ ഉണ്ട്. അവനെ ഞാൻ ഇതിൻ്റെ ഇടയിലോട്ട് ഇങ്ങനെ എഴുതുവാണേ. CI VI VI ഇതിൻ്റെ ഇടയിൽ VI എന്ന് പറയുന്ന ഒരാളും കൂടെ ഉണ്ട്. ഇന്നർ പ്രൊഡക്റ്റ് CI പുറത്തെടുത്തു VI VI. ഓക്കെ,
അതവിടെ ഇരുന്നോട്ടെ. ഇനി നിങ്ങൾ ശ്രദ്ധിച്ചോണേ, ഐയും ജെയും വ്യത്യസ്തത ഉള്ള, ഐയും ജെയും വേറെ വേറെ ഉണ്ട്, ഇന്നർ പ്രൊഡക്റ്റ് എടുത്താൽ അത് 0 അപ്പം 1ഉം ഐയും എടുത്താൽ ഇത് 0 അല്ലേ? ആണല്ലോ. 2ഉം ഐയും എടുത്താൽ ഇത് 0 അല്ലേ? എന്നും ഐയും എടുത്താൽ ഇത് 0 അല്ലേ? ഐയും എടുത്താൽ 0 അല്ല, കാരണം സെയിം വന്നാൽ 0 ആണെന്ന് നമ്മളോട് പറഞ്ഞിട്ടില്ല. സെയിം അല്ലാത്തവരൊക്കെ 0 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനാണെങ്കിൽ എനിക്ക് ഇതിനെ എങ്ങനെ എഴുതാൻ പറ്റും? സോറി, ഓക്കെ. അങ്ങനാണെങ്കിൽ നമുക്ക് ഇനി എന്ത് എഴുതാൻ പറ്റും? ഈ ടേം അങ്ങ് 0 ആയിപ്പോയി, ഈ ടേം 0 ആയിപ്പോയി, ഈ ടേം 0 ആയിപ്പോയി. ആകെപ്പാടെ ഉള്ളത് ആരാ ഉള്ളത്? CI VI, VI is equal to 0. ഇനി ഇന്നർ പ്രൊഡക്റ്റ് VI 0 അല്ല എന്ന് നമ്മൾ പറഞ്ഞു. അങ്ങനാണെങ്കിൽ ആര് 0യാ? CI 0 ആണ്. CI 0 എന്ന് പറഞ്ഞാൽ C1 C2 എക്സെട്ര CN എന്താണ്? 0 ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണെന്ന് പറയാമല്ലോ. ആകെ ഇവിടെ ഒരു ബാക്കിയെല്ലാം നമുക്ക് ക്വസ്റ്റ്യനിൽ നിന്ന്, ആ ഒരു തിയറത്തിൽ നിന്ന് തന്നെ എടുക്കുവാണ്. ഇത് കൺസിഡർ ചെയ്യുന്ന സംഭവമാണ് നിങ്ങൾ ഓർത്ത് വെക്കേണ്ടത്. നമ്മൾ ഓർത്ത് വെക്കേണ്ടത്. ബാക്കിയെല്ലാം നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ തന്നെ ചെയ്തു പോവാം. പക്ഷെ ഈ സംഭവം എടുക്കണം, കൺസിഡർ ഇതെന്നുള്ളത് നമ്മൾ പഠിച്ചിരിക്കണം. ആർക്കെങ്കിലും ഡൗട്ടുണ്ടോ? ഈ ഒരു തിയറം മാത്രമേ ഉള്ളൂ ഇതിനകത്ത് ഇച്ചിരി ബുദ്ധിമുട്ടുള്ളത്. അടുത്തതിലോട്ട് പോട്ടെ. ഏതാടാ പറയണ്ടേ? ബ്ലൂ ഇങ്കിൽ എഴുതിയതാണോ? അതിന്റെ മുന്നേ എന്ത് പറ്റി? ഇതെങ്ങനെ ഇങ്ങനെ ആയിന്നാണോ? 0 ആയതോ? അയ്യോ, അത് എളുപ്പമല്ലേ എടി. ഓർത്തോഗണൽ എന്ന് പറഞ്ഞാൽ എന്താ? ഞാൻ പറഞ്ഞില്ലേ, യുവും വിയും രണ്ടാൾക്കാർ വന്നാൽ അത് 0 ആണ്. അന്നല്ലേ ഓർത്തോഗണലാന്ന് പറയത്തുള്ളൂ അല്ലേ? അപ്പൊ നീ V1ഉം V2 എഴുതിയാലും അത് 0 അല്ലേ? രണ്ടുപേര് വേറെ വേറെ ആൾക്കാരാ, അങ്ങനെയുള്ളവര് 0 അങ്ങനാണെങ്കിൽ V1ഉം VIയും ഇത് രണ്ടാൾക്കാരാണെങ്കിൽ ഇത് 0 അല്ലേ? അതുപോലെ തന്നെ V2ഉം VIയും എടുത്തു കഴിഞ്ഞാൽ അതും 0 അല്ലേ? പക്ഷേ ഒറ്റ ആള് മാത്രം, ഈ ചുമന്ന ഇതിൽ ഞാൻ എഴുതിയേക്കുന്നേ VIയും VIയും സെയിം വന്നു കഴിഞ്ഞാൽ നോട്ട് ഈക്വൽ ടു 0 ആണ്. അത് മാത്രമേ ഇവിടെ വരത്തുള്ളൂ. ബാക്കി എല്ലാവരും 0 ആയിപ്പോയി. അപ്പൊ 0 + 0 + 0, ബാക്കി എല്ലാവരും 0 ആയിപ്പോത്തില്ലേ? ഓക്കെ, വേറെ ആരെങ്കിലും ഉണ്ടോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? കാർത്തികേയ മനസ്സിലായോ? ഓ, കാർത്തികേയൻ ഇല്ലല്ലോ ഇതിനകത്ത്. CD വേറെ ആരാ ഉള്ളേ? അഭിരാം ഉണ്ടോടാ? ഓക്കെ, ശരി. ഈ പേരറിയാവുന്നവരൊക്കെ ഞാനങ്ങ് വിളിക്കുന്നതേ ഉള്ളൂ കേട്ടോ, നോട്ടപ്പുള്ളികളായിട്ടല്ല. ശരി, അടുത്തതിലോട്ട് പോവാം. അപ്പം ഇതിൻ്റെ കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിമ്പിളാ, ഇതിനകത്തൊന്നുമില്ല. 2 വെക്ടേഴ്സ് തന്നിട്ടുണ്ട്, -3 5ഉം 4 0യും 2 വെക്ടേഴ്സ് തന്നിട്ടുണ്ട്. അതിനെ ഞാൻ V1 എന്നും V2 എന്നും എടുത്തു, കുഴപ്പമൊന്നുമില്ലല്ലോ. ഇനി നമുക്ക് ഇത് ഓർത്തോഗണൽ ആണോ എന്ന് നോക്കണം. ഇപ്പം നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഓർത്തോഗണൽ എന്ന് പറഞ്ഞാൽ V1ഉം V2ഉം അതിൻ്റെ ഇന്നർ പ്രൊഡക്റ്റ് എന്തായിരിക്കണം? 0 ആയിരിക്കണം. അപ്പോൾ ഇത് 0 ആണോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യാൻ വേണ്ടി ഇന്നർ പ്രൊഡക്റ്റ് V1 V2 എടുത്ത് നോക്കണം. ഇവിടെ ഇന്നർ പ്രൊഡക്റ്റിന് നമുക്ക് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. അപ്പോൾ U.V എന്നുള്ള രീതിയിൽ എടുത്താൽ മതി. അപ്പോൾ എന്താ? V1 V1.V2 ബൈ V1.V2 എടുത്താൽ മതി. ബൈ ഇല്ല, ഓക്കെ.
V1 ഡോട്ട് V2 അതെന്ന് പറയുമ്പോൾ എന്ത് വരും? -3 × 4 + 5 × 0 -12. അത് നോട്ട് ഈക്വൽ ടു 0 അല്ലേ? 0 അല്ലാത്തതുകൊണ്ട് നമുക്ക് എന്തെന്ന് പറയാം? 0 അല്ലാത്തതുകൊണ്ട് ഓർത്തോഗണൽ അല്ല എന്ന് പറയാം. 0 ആണെങ്കിൽ മാത്രമേ ഓർത്തോഗണൽ ആവത്തുള്ളൂ. ഓക്കെ, ഇത് രണ്ടും 0 ആണെങ്കിൽ മാത്രമേ ഓർത്തോഗണൽ ആവത്തുള്ളൂ. പക്ഷേ ഇവിടെ നമുക്ക് ആൻസർ കിട്ടിയത് 0 അല്ല, അതുകൊണ്ട് ഓർത്തോഗണൽ അല്ല. ഓക്കെ, അടുത്തതിലോട്ട് പോട്ടെ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, V1 എന്ന് പറയുന്നത് 3/5 4/5. V2 എന്ന് പറഞ്ഞാൽ -4/5 3/5. ഓക്കെ, ഇനി നമുക്ക് ഇതിൻ്റെ ഇന്നർ പ്രൊഡക്റ്റ് ചെക്ക് ചെയ്യാം. V1 V2 ഇന്നർ പ്രൊഡക്റ്റ് ചെക്ക് ചെയ്യാം. ഇവിടെയും നമ്മളോട് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ നമുക്ക് എന്തെഴുതാം? V1 ഡോട്ട് V2 എഴുതാം അല്ലേ? അതൊന്ന് പറഞ്ഞേ. 3/5 × -4/5 + 4/5 × 3/5 എന്താണ്? -12/5 + 12/5. അത് 0 അല്ലേ? അപ്പം അത് ഓർത്തോഗണലാണ്. എസ് ഇസ് ഓർത്തോഗണൽ അല്ല. V1 V2 ഓർത്തോഗണലാണ്. ഇനി നമുക്ക് ഓർത്തോ നോർമൽ ആണെന്നും കൂടെ ചെക്ക് ചെയ്യാൻ എന്ത് കാണിച്ചാൽ മതി? നോം V1 എടുത്തു നോക്കുക. നോം V1 എന്ന് പറയുമ്പോൾ റൂട്ട് ഓഫ് എന്താണ്? 3/5² + 4/5² റൂട്ട് ഓഫ് 9/25 + 16/25 റൂട്ട് ഓഫ് 25/25 = 1. അതുപോലെ തന്നെ നോം V2 ചെയ്ത് നോക്കുക. അപ്പോഴും നിങ്ങൾക്ക് 1 കിട്ടും. അങ്ങനെയാണെങ്കിൽ എന്തെന്ന് പറയാം? ഇംപ്ലൈസ് V1 and V2 ആർ ഓർത്തോ നോർമൽ. V1 V2 എന്താണ്? ഓർത്തോ നോർമലാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ജസ്റ്റ് 3 എണ്ണം ഉള്ളത് എങ്ങനെയാണ് വരുന്നതെന്നുള്ളത് പറഞ്ഞിട്ടേ ഉള്ളൂ. അത് ഞാൻ എഴുതി കാണിക്കുന്നില്ല, നിങ്ങൾക്ക് തന്നെ ചെയ്യാവുന്നതല്ലേ ഉള്ളൂ. V1 V2 V3 ആയിട്ട് എടുക്കുക സംഭവങ്ങൾ. എന്ത് കണ്ടുപിടിക്കണം? V1 V2 V3 ഉണ്ടെങ്കിൽ എല്ലാം ചെയ്യണം കേട്ടോ. V1, V2 ചെയ്യണം, V1, V3 ചെയ്യണം, V1, V2, V3 ചെയ്ത് നോക്കണം. ഇതെല്ലാം 0 ആയിരിക്കണം. ഇതെല്ലാം 0 ആണോ എന്ന് ചെക്ക് ചെയ്യണം. ഓക്കെ, അതിനുശേഷം ഓർത്തോ നോർമൽ ആണെന്ന് കാണിക്കാൻ നോം V1 = നോം V2 = നോം V3 = 1 ആണെന്ന് പ്രൂവ് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ ഓർത്തോ നോർമൽ ആയിരിക്കും. ഓർത്തോഗണലും ഓർത്തോ നോർമലും എന്തെങ്കിലും പ്രശ്നമുണ്ടോ? സംശയമുണ്ടോ? സംശയം ഒന്നുമില്ല എങ്കിൽ അടുത്തതിലോട്ട് പോകാം. ഓക്കെ, നമുക്ക് അടുത്തതിലോട്ട് പോകാം. അടുത്ത ഹെഡിങ് എന്ന് പറയുന്നത് കോർഡിനേറ്റ്സ് കണ്ടുപിടിക്കുകയാണ്. നമ്മൾ കോർഡിനേറ്റ്സ് കണ്ടുപിടിക്കുകയാണ്. കോർഡിനേറ്റ്സ് റിലേറ്റീവ് ടു ആൻ ഓർത്തോനോർമൽ ബേസിസ്. ഒരു ഓർത്തോനോർമൽ ബേസിസിനെ റിലേറ്റ് ചെയ്ത് നമ്മൾ കോർഡിനേറ്റ്സ് കണ്ടുപിടിക്കാം. ഓക്കെ, അതിനു മുന്നേ അതിൻ്റെ കോർഡിനേറ്റ് കിട്ടുന്ന ഒരു ഇക്വേഷൻ ഉണ്ട്. ഓക്കെ, W റിലേറ്റഡ് ടു B = മെട്രിക്സ് ഇന്നർ പ്രൊഡക്റ്റ് W V1
കോമ ഇന്നർ പ്രൊഡക്റ്റ് ഡബ്ല്യു വി ടു കോമ എക്സെട്ര കോമ ഇന്നർ പ്രൊഡക്റ്റ് ഡബ്ല്യു വി എൻ എത്ര എണ്ണം ഉണ്ടോ അത്രയും എണ്ണത്തിൻ്റെ എടുത്ത് എഴുതാം. ഓക്കെ, തീർന്നില്ല. അതിൻ്റെ ട്രാൻസ്പോസ് ആണ് എന്തെന്ന് പറയുന്നത്, കോർഡിനേറ്റ് മെട്രിക്സ്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഇക്വേഷൻ ഞാൻ നിങ്ങൾക്ക് നോട്ടിൽ തന്നില്ല. അപ്പം ഇതൊന്ന് എഴുതി ഒരു ബോക്സിലിട്ട് വെക്കണം. ഓക്കെ, മെട്രിക്സ് നമുക്ക് കോർഡിനേറ്റ് മെട്രിക്സ് ഓഫ് ഡബ്ല്യു വിത്ത് റെസ്പെക്ട് ടു ബി അല്ലെ റിലേറ്റീവ് ടു ബി എന്ന് പറയുന്നത് ഇസ് ഈക്വൽ ടു മെട്രിക്സ് എന്താണ്, ഇന്നർ പ്രൊഡക്റ്റ് ഡബ്ല്യു കോമ വി വൺ കോമ ഡബ്ല്യു വി ടു കോമ എക്സെട്ര ഇന്നർ പ്രൊഡക്റ്റ് ഡബ്ല്യു വി എൻ ട്രാൻസ്പോസ്. ഓക്കെ, ഈ ഇക്വേഷൻ ഉണ്ടെങ്കിൽ പിന്നെ കണ്ടുപിടിക്കാൻ വലിയ പാടൊന്നുമില്ല, എളുപ്പമാണ്. അതിനകത്തോട്ട് ഇട്ട് കൊടുത്താൽ മതി. നമുക്ക് ആ ഒരു ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ആദ്യത്തെ ക്വസ്റ്റിനകത്ത് ഡബ്ല്യു തന്നിട്ടുണ്ട് 4 - 3 ആൻഡ് ബി തന്നിട്ടുണ്ട്, ബേസസ് തന്നിട്ടുണ്ട് 1/√3 √6/√3 അല്ല, വെറും 3. ഓക്കെ, ഒന്ന് നിങ്ങളത് കൺവേർട്ട് ചെയ്ത് എഴുതിയാൽ കുറച്ചുകൂടി എളുപ്പമായിരിക്കും. എല്ലാം √3 എളുപ്പമായിരിക്കും ചെയ്യാൻ. അല്ലെങ്കിൽ നിങ്ങൾക്ക് ചെയ്യുമ്പം ആൻസർ കിട്ടുമ്പോൾ നിങ്ങൾ ചെയ്താൽ മതി. എന്തുമായാലും നിങ്ങൾക്ക് ചെയ്യാം. ഞാനിതിപ്പം ഷോർട്ട് ആക്കിയിട്ട് ഞാനൊന്ന് എഴുതാൻ നോക്കാം. അതായത് ഡിനോമിനേറ്റർ എല്ലാം √3 അപ്പുറത്തേത് 3 എല്ലാം അങ്ങനെ ആക്കുക. √3 നോക്കിയാലോ, അല്ലെ എല്ലാം 3 നോക്കിയാലോ. ഇത് മാത്രം മാറ്റിയാൽ മതിയല്ലോ. അപ്പോൾ നമുക്ക് എന്ത് വരും, എല്ലാം 3 നോക്കാനാണെങ്കിൽ ഓക്കെ, എല്ലാം 3 എന്ത് വരും അവിടെ, ഇൻറ്റു √3. അപ്പോൾ ഇവിടെ മേളിൽ √3 വരും. √3/3 കോമ √6/3 കോമ -√6/3 കോമ 1/√3 അല്ലേ. അപ്പോൾ 1/√3 ഞാൻ മാറ്റുവാണെങ്കിൽ √3/3. ഇപ്പോൾ ഡിനോമിനേറ്റർ എല്ലാം 3 ആയി. അപ്പോൾ നമുക്ക് കുറച്ചുകൂടി ഒരു എളുപ്പമുണ്ട് ചെയ്യാൻ. അങ്ങനെ ആണെങ്കിൽ ഇവിടെ നമ്മൾ V1ഉം V2 എങ്ങനെ എടുക്കുന്നത്, V1ഉം എടുക്കണം V2 എടുക്കണം. V1 എന്താ വരുന്നത്, √3/3 √6/3. V2 എന്താ വരുന്നത്, -√6/3 √3/3. ഓക്കെ, അപ്പോൾ നമുക്ക് എല്ലാവരെയും ഏകദേശം കിട്ടി. ഇനി നമുക്ക് വേണ്ടുന്നത് എന്താണ്, W വിത്ത് റെസ്പെക്ട് ടു ബി ഇസ് ഈക്വൽ ടു, നമ്മുടെ ഇക്വേഷൻ അനുസരിച്ച് എന്താ വരുന്നത്, ഇന്നർ പ്രൊഡക്റ്റ് ഡബ്ല്യു വി വൺ കോമ ഇന്നർ പ്രൊഡക്റ്റ് ഡബ്ല്യു വി ടു അല്ലേ. ഇട്ട് കൊടുത്ത് നോക്കിയാലോ, ട്രാൻസ്പോസും കൂടെ ഉണ്ടേ, ട്രാൻസ്പോസ്. അപ്പം ഇന്നർ പ്രൊഡക്റ്റ് ഡബ്ല്യു വി വൺ, ഡബ്ല്യുവും V1ഉം കൂടെ ഉള്ള ഇന്നർ പ്രൊഡക്റ്റ് എന്ത് വരും, 4√3/3 -3√6/3 കോമ ഇനി ഡബ്ല്യുവും V2ഉം കൂടെ നോക്കണം, -4√6/3 -3√3/3. ഓക്കെ, ഇനി നമുക്കത് ഒറ്റ ഡിനോമിനേറ്ററായിട്ട്, ഇതിൻ്റെ ട്രാൻസ്പോസ് ഒറ്റ ഡിനോമിനേറ്ററായിട്ട് എഴുതുകയാണെങ്കിൽ 4√3 -3√6/3 4√3 -3√6/3 മൈനസ് വേണേൽ കോമൺ എടുക്കാം, കുഴപ്പമൊന്നുമില്ല, -4√6 -3√3/3. കണ്ടോ, ഇക്വേഷൻ അതോട്ട് വെറുതെ ഇട്ട് കൊടുത്താൽ മതി, വേറെ പ്രശ്നമൊന്നുമില്ല. അതിൻ്റെ ട്രാൻസ്പോസ് അത് മറന്നു പോകല്ലേ, ട്രാൻസ്പോസ് എനിക്ക് ഇടയ്ക്കൊക്കെ മറന്നു പോകും. ഓക്കെ, ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ അതിനകത്ത് കോർഡിനേറ്റ് കണ്ടുപിടിക്കുന്നതിൽ?
കോർഡിനേറ്റ് കണ്ടുപിടിക്കുന്നതിൽ ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇല്ലെങ്കിൽ അടുത്തതിലോട്ട് പോട്ടെ. ഓക്കെ, ശരി, അടുത്തതിലോട്ട് പോവാണേ. അടുത്തതാണ് നമുക്ക് ഗ്രാം ഷ്മിഡ് ഓർത്തോ നോർമലൈസേഷൻ. ഇത് വെരി 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 ഇമ്പോർട്ടൻറ്റ്. സ്റ്റാർ ഇട്ടോ, ഇമ്പോർട്ടൻ്റ് എന്ന് എഴുതുവോ, എന്തുവാന്ന് വെച്ചാൽ ചെയ്തോ. വെരി 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 ഇമ്പോർട്ടൻറ്റ്. ഇതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റും ഇമ്പോർട്ടൻ്റ് ആണ്, ഇതിൻ്റെ പ്രോബ്ലവും ഇമ്പോർട്ടൻ്റ് ആണ്. സ്റ്റേറ്റ്മെൻ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഞാൻ അവിടെ മറ്റേ ലെറ്റ് ബി കണ്ടോ, ലെറ്റ് ബി ഇസ് ഈക്വൽ ടു സെറ്റ് V1 ലെറ്റ് V is equal to V1, V2, etc. Vn എന്ന് കണ്ടോ. അവിടെ തൊട്ട് എഴുതിയേക്കുന്നതാണ് ഇതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ്. ഓക്കെ, ആൻഡ് ആദ്യം പറഞ്ഞിരിക്കുന്നത് എന്തിനാണ് ഇത് യൂസ് ചെയ്തേക്കുന്നത്. ഇതൊരു അൽഗോരിതമാണ് വിച്ച് ഇസ് യൂസ് ടു ഫൈൻഡ് ഓർത്തോ നോർമൽ സെറ്റ്സ് ഓഫ് വെക്ടേഴ്സ് ഫ്രം എ ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് വെക്ടർ. അതായത് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആയിട്ടൊരു വെക്ടർ തന്നിട്ട് അതിൻ്റെ ഓർത്തോ നോർമൽ സെറ്റ് കണ്ടുപിടിക്കാൻ ഉപയോഗിക്കുന്ന ഒരു അൽഗോരിതമാണ് എന്തെന്ന് പറയുന്നത്, ഗ്രാം ഷ്മിഡ് ഓർത്തോ നോർമലൈസേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം നമ്മളിത് തുടങ്ങുന്നത് ബി എന്ന് പറയുന്ന ഒരു ബേസിസ് നമ്മൾ എടുക്കുന്നു, V1, V2, etc. Vn. ഓക്കെ, ഇനി നമുക്കിത് പഠിക്കാൻ എളുപ്പത്തിനാണ് ഞാനിത് BCD എന്ന് എഴുതിയത്. ഓക്കെ, ചില ടെക്സ്റ്റിൽ അത് B ഡാഷ് B" ആണ് കിടക്കുന്നത്. നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും എഴുതാം. ഞാനിവിടെ BCD എന്നാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ B എന്ന് പറയുന്നത് നമ്മൾ ബേസിസ് ആണ് എടുത്തിരിക്കുന്നത്, V1, V2, etc. Vn. കുഴപ്പമില്ലല്ലോ. ഇനി നമ്മൾ W1 കണ്ടുപിടിക്കുക. W1 എന്ന് പറഞ്ഞാൽ V1 തന്നെയാണ്. W2 എന്ന് പറഞ്ഞാൽ V2 മൈനസ് ഇന്നർ പ്രൊഡക്റ്റ് V2 W1 ബൈ W1ൻ്റെ ഇന്നർ പ്രൊഡക്റ്റ് ഇൻറ്റു W1. ഓക്കെ, V2ൽ നിന്ന് എന്ത് കുറയ്ക്കണം, ഇന്നർ പ്രൊഡക്റ്റ് V2 മൈനസ് V2 W1 ബൈ ഇന്നർ പ്രൊഡക്റ്റ് W1 ഇൻറ്റു W1 കുറയ്ക്കണം. അങ്ങനെയാണെങ്കിൽ W3 എന്തായിരിക്കും, V3യിൽ നിന്ന് എന്ത് കുറയ്ക്കണം, V3യിൽ നിന്ന് V3 W1 ബൈ W1ൻ്റെ ഇന്നർ പ്രൊഡക്റ്റ് ഇൻറ്റു W1. കഴിഞ്ഞില്ല, നമുക്ക് W2 ഉണ്ടല്ലോ. അപ്പം മൈനസ് W2 ബൈ ഇന്നർ പ്രൊഡക്റ്റ് W2 ഇൻറ്റു W2. ഓക്കെ, അങ്ങനെ വന്ന് നമുക്ക് എന്ത് വരെ കണ്ടുപിടിക്കണം, Wn വരെ കണ്ടുപിടിക്കണം. Vn മൈനസ് എന്തായിരിക്കും, Vn W1 ആദ്യം W1 W1 ഇൻറ്റു W1 മൈനസ് അടുത്തത് Vn മൈനസ് 1 W1 ഇന്നർ പ്രൊഡക്റ്റ് W1 ഇൻറ്റു Vn മൈനസ് 1 അല്ലല്ലോ, Vn തന്നെയാണ്, ഇവിടെ മാറും അല്ലേ, W2 ആകും ഇൻറ്റു W2 മൈനസ് Vn
അടുത്ത എന്താ വരുന്നത്? വി എൻ W3 ബൈ ഇന്നർ പ്രൊഡക്റ്റ് W3, W3 ഇൻറ്റു W3 മൈനസ് അങ്ങനെ പോകും. എവിടം വരെ പോകും? വി എൻ ഇവിടെ ആയിരുന്നു കേട്ടോ, ഞാൻ ഇത് മേളിലോട്ട് എഴുതുവാണേ. വി എൻ WN-1 ഇന്നർ പ്രൊഡക്റ്റ് WN-1, WN-1 ഇൻറ്റു WN-1. ഓക്കെ, ഇങ്ങനെയാണ് അതിൻ്റെ പ്രൊസീജിയർ പോകുന്നത്. ആൻഡ് ഈ എഴുതിയേക്കുന്ന ആൾക്കാരെ നമ്മൾ ബി കഴിഞ്ഞല്ലോ, ഇനി സി എന്ന് നമ്മൾ ഇവന്മാരെ എല്ലാം കൂടെ എടുത്തെഴുതുക. W1, W2 എക്സെട്ര WN. ഓക്കെ, ഈസ് ആൻ ഓർത്തോഗണൽ ബേസിസ് ഫോർ വി. ഇതാണ് ഓർത്തോഗണൽ ബേസിസ് ഫോർ വി. ഓക്കെ, ഈ കിട്ടിയ W1, W2, WN വരെയുള്ള ആൾക്കാരാണ് ഓർത്തോഗണൽ ബേസിസ് ഫോർ വി. കഴിഞ്ഞില്ല നമ്മുടെ ജോലി. നമുക്ക് ഓർത്തോ നോർമലൈസേഷൻ ആണ്. അത് വലിയ പാടൊന്നുമില്ല. ഇനി ഈ കിട്ടുന്നതിൻ്റെ എല്ലാം U1 കണ്ടുപിടിക്കണം. U1 എന്ന് പറഞ്ഞാൽ W1 ബൈ നോം W1. ഓക്കെ, U2 എന്ന് പറഞ്ഞാൽ W2 ബൈ നോം W2. അങ്ങനെ UN എന്ന് പറഞ്ഞാൽ WN ബൈ നോം WN. എന്നിട്ട് എന്ത് ചെയ്യണം? D എന്ന് പറയുന്ന ഒരു സെറ്റ് എടുക്കണം. U1, U2 എക്സെട്ര UN. ഇതിനെയാണ് എന്തെന്ന് പറയുന്നത്? ഓർത്തോ നോർമൽ ബേസിസ് ഫോർ വി. ഓക്കെ, ഇത്രയും നിങ്ങൾ എഴുതണം. നിങ്ങളോട് സ്റ്റേറ്റ് മറ്റേ ഗ്രാം സ്മിത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും എഴുതണം. ഓക്കെ, ഇതിങ്ങനെ ചെയ്തങ്ങ് പോയാൽ മതി. ഇതിനകത്ത് ആകെ പ്രശ്നമുള്ളത് ഇവിടെ വരുമ്പോഴാണ് എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത് മറന്നു പോകരുത്. W1, W2, W3 ഒക്കെ കണ്ടുപിടിക്കുമ്പോഴാണ് ഇച്ചിരി പ്രശ്നം. ഓക്കെ, അപ്പം ഇതിൻ്റെ ഒരു പ്രോബ്ലം കൂടെ ചെയ്ത് നമുക്ക് അവസാനിപ്പിക്കാം. ഓക്കെ, ഇതിൻ്റെ ഒരു പ്രോബ്ലം കൂടെ ഉണ്ട്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ഫൈൻഡ് ദി ഓർത്തോനോർമൽ ബേസിസ് കറസ്പോണ്ടിങ് ടു ദി ബേസിസ് B is equal to set 1, 1, 1, 0. ഓക്കെ, ഫോർ R2. ഓക്കെ, ഇതിനകത്ത് നമ്മൾ V1 ആയിട്ട് ആരെ എടുക്കുന്നത്? 1, 1 എടുക്കുന്നു. V2 ആയിട്ട് ആരെ എടുക്കുന്നത്? 1, 0 ആയി എടുക്കുന്നു. ഓക്കെ, ഇനി നമുക്ക് ബേസിസ് ഉണ്ട്, B കിട്ടി. ഇനി C കിട്ടാൻ നമുക്ക് എന്താ ചെയ്യേണ്ടത്? W1, W2, W3 കണ്ടുപിടിക്കണം. ശരി, W3 വേണ്ട, W1 കണ്ടുപിടിക്കണം. അപ്പം W1 എന്ന് പറഞ്ഞാൽ V1 തന്നെയാണ്, അത് കുഴപ്പമൊന്നുമില്ല. 1, 1. W2 കണ്ടുപിടിക്കണം. W2 എന്ന് പറഞ്ഞാൽ എന്താണ്? V2 മൈനസ് ഇന്നർ പ്രൊഡക്റ്റ് V2 W1 ബൈ ഇന്നർ പ്രൊഡക്റ്റ് W1 ഇൻറ്റു W1. ഓക്കെ, V2 എന്താണ്? 1, 0 മൈനസ് ഇന്നർ പ്രൊഡക്റ്റ് V2ഉം W1ഉം. ഓക്കെ, V2ഉം W1ഉം കൂടെ നമ്മൾ എടുക്കുന്നത്. V2ഉം W1 ഇന്നർ പ്രൊഡക്റ്റ് എടുക്കുമ്പോൾ 1 ഇൻറ്റു 1 പ്ലസ് 1 ഇൻറ്റു 0. അപ്പോൾ 1 ബൈ പിന്നെ W1ഉം വീണ്ടും W1 തന്നെ എടുക്കുക. 1 ഇൻറ്റു 1 പ്ലസ് 1 ഇൻറ്റു 1 2 ഇൻറ്റു W1 1, 1. ഓക്കെ, ഇസ് ഈക്വൽ ടു എന്ത് വരും? 1, 0 മൈനസ് 1/2 1/2 ഇസ് ഈക്വൽ ടു 1 നിന്ന് 1/2 പോകുമ്പോൾ 1/2, 0 നിന്ന് 1/2 പോകുമ്പോൾ മൈനസ് 1/2. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മുടെ C എന്ന് പറയുന്ന ആള് എന്താണ്? C എന്ന് പറയുന്നത് എന്താണ്? W1ഉം W2ഉം കൂടെ അല്ലേ? അതെന്താണ്? സെറ്റ് 1, 1ഉം 1/2 മൈനസ് 1/2. ഓക്കെ, ഇതാണ് എന്തെന്ന് പറയുന്നത്?
orthogonal basis for R2. ഇനി ഓർത്തോ നോർമൽ കണ്ടുപിടിക്കണം. നമ്മുടെ പരിപാടി കഴിഞ്ഞില്ല. U1 is equal to W1 by norm W1. എന്താ W1 എന്ന് പറയുന്നത് 1 by root of 1 square plus 1 square 2. അപ്പോൾ എന്താണ് 1 by root 2, 1 by root 2. ഓക്കെ, അതുപോലെ നമുക്ക് എന്തുകൂടെ കണ്ടുപിടിക്കണം? U2 കണ്ടുപിടിക്കണം. U2 എന്ന് പറയുന്നത് W2 by norm W2 is equal to W2 എന്താണ് 1 by 2 minus 1 by 2 by root of 1 by 2ൻ്റെ സ്ക്വയർ 1 by 4, minus 1 by 2ൻ്റെ സ്ക്വയർ 1 by 4. അപ്പം 2 by 4, അതായത് 1 by 2 minus 1 by 2 by 1 by root 2 വരും. ഓക്കെ, അപ്പം അത് ഇൻറ്റു ആയിട്ടിടുമ്പോൾ root 2 ഇൻറ്റു 1 by 2 minus 1 by 2 വരും. root 2 അതോട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 1 by root 2 minus 1 by root 2. അങ്ങനെയാണെങ്കിൽ ഡി എന്ത് വരും? സെറ്റ് 1 by root 2 minus 1 by root 2 1 by root 2 1 by root 2 minus 1 by root 2. ഇതാണ് ഓർത്തോ നോർമൽ ബേസിസ് ഫോർ R2. ഓക്കെ ആണോ? ഇതിനകത്ത് എവിടെയെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇക്വേഷൻ പഠിക്കുക, ഇട്ട് കൊടുക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഓക്കെ.